തിരുവനന്തപുരം കമലേശ്വരത്ത് ശാന്തി ഗാർഡൻസിൽ സജിത ഗ്രിമ അമ്മയും മകളുമാണ്. അവർ ജീവനൊടുക്കി എന്ന വാർത്തയാണ് കമലേശ്വരം നിവാസികൾ ഇന്ന് രാവിലെ അറിയുന്നത്. അതിസമ്പന്ന കുടുംബത്തിലെ ഒറ്റ മകളായിരുന്നു ഗ്രിമ. അതുകൊണ്ട് തന്നെ വളരെ ആഡംബരപൂർണമായ കല്യാണം. ഈ കാറായിരുന്നു അന്ന് സമ്മാനമായി അച്ഛൻ നൽകിയത്. നമുക്ക് ഈ മരണപ്പെട്ട ആളിൻ്റെ നിന്ന് കിട്ടിയ ഒരു വാട്സാപ്പ് സന്ദേശത്തിലാണ് ഞാൻ ഇത്ര സമയത്തിനകം സൂയിസൈഡ് ചെയ്യും എന്നൊരു വാട്സാപ്പ് മെസ്സേജാണ് കിട്ടിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ ഗ്രിമ അവസാനമായി അടുത്തൊരു ബന്ധുവിന് ഒരു വാട്സപ്പ് സന്ദേശം അയച്ചു. ഞാനും അമ്മയും ഈ ലോകത്ത് നിന്ന് പോവുകയാണ് എന്ന്. അപ്പോൾ ഇന്നലെ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് പറയുന്നത്. എൻ്റെ ഒരു വളരെ ക്ലോസ് റിലേറ്റീവാണ് ആള്. നമ്മളിത് അറിയുന്നത് ഒരു 12:45 മണിക്കാണ് ഈ വിവരം അറിയുന്നത്. വിവരം അറിയുന്നതെന്ന് വെച്ചാൽ വേറെ രീതിയിലുമല്ല, നമുക്ക് ഈ മരണപ്പെട്ട ആളിൻ്റെ നിന്ന് കിട്ടിയ ഒരു വാട്സാപ്പ് സന്ദേശത്തിലാണ് ഞാൻ ഇത്ര സമയത്തിനകം സൂയിസൈഡ് ചെയ്യും എന്നൊരു വാട്സാപ്പ് മെസ്സേജാണ് കിട്ടിയിരിക്കുന്നത്. അതനുസരിച്ചാണ് നമ്മൾ ഈ കാര്യങ്ങളിലോട്ട് നീങ്ങിയത്. ആ സമയത്ത് തന്നെ നമ്മളെ വേറൊരു അടുത്ത ബന്ധുവിനെ വിളിച്ചറിയിച്ചു. പുള്ളി ഈ വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും വീട്ടിൽ മരണപ്പെട്ട നിലയിൽ കണ്ടത്. അങ്ങനെ വീട് പൊളിച്ച് അകത്ത് കയറിയാണ് നോക്കിയപ്പോൾ നമ്മളൊരു സംശയമാണ് പറയുന്നത്. ഇവർ പൊതുവേ ഒരു അഭിപ്രായം കേൾക്കുന്നത് ഇവർ സൈനൈഡ് കഴിച്ചു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു ആളുകളിൽ നിന്ന് അറിയാൻ പറ്റിയ ഒരു പിന്നെ അടുത്ത ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത് ഉണ്ടാവാനുള്ള ഒരു സംഭവം കാര്യം, ഈ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 5-6 വർഷത്തോളമായി. ഭർത്താവുമായിട്ട് ആദ്യത്തെ കുറച്ച് ദിവസം അല്ലാതെ ഒരു നല്ല ദാമ്പത്തിക ജീവിതമല്ലായിരുന്നു അവരത്. കാര്യമെന്ന് വെച്ചാൽ ഭർത്താവ് എന്ന് പറയുന്ന പയ്യൻ അയർലൻഡിലാണ്. അവനവിടെ റിസർച്ചോ എന്തോ ചെയ്യുകയാണ്. ഇവിടെ നാട്ടിൽ വരുന്നു. പെൺകുട്ടിയായിട്ട് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ പെൺകുട്ടിയായിട്ടൊക്കെ വല്ലപ്പോഴും നാട്ടിൽ വരാറുണ്ട്. പെൺകുട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഈ ഇടയ്ക്ക് മെയ്ഞ്ഞാന്നോ എൻ്റെ തലേന്നോ അവൻ്റെ ഒരു പയ്യൻ്റെ ഒരു റിലേറ്റീവ് മരിച്ച് ആ മരണത്തിൽ വന്നപ്പോൾ ഈ പറയുന്ന പെൺകുട്ടിയും പെൺകുട്ടിയുടെ മാതാവും അവനെ പോയി സന്ദർശിക്കുകയും അവൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ അവന് ധിക്കാരമായി അവൻ ഇതിന് വേണ്ട എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. അതിൻ്റെ ഒരു മാനസിക വിഷമത്തിലാണ് ഇവർ പെട്ടെന്ന് വന്ന് ഇത് ചെയ്യാനുണ്ടായ കാര്യമെന്ന് വെച്ചാൽ അതിൻ്റെ 2 ദിവസം മുമ്പ് വരെ ഇവരുമായി നമ്മളുമായിട്ടൊക്കെ നല്ല സൗഹൃദമല്ല, അതിനുപരി നല്ല ബന്ധത്തിലായിരുന്നു. അവർ നമ്മളുമായിട്ടൊക്കെ സംസാരിച്ച് അന്നൊന്നും ഈ കാര്യം പറഞ്ഞിട്ടില്ല. ഈ വീട്ടിൽ പോയി സംസാരിച്ചതാണ് ഇതിൻ്റെ ഒരു ഇറക്കി വിട്ടതും അവർക്ക് മാനസിക വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ പെൺകുട്ടിയുടെ അടുത്ത് സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടി ഒരു നോട്ട് അവിടെ തയ്യാറാക്കി വെച്ചിരുന്നത്. അത് പക്ഷേ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അപ്പം അദ്ദേഹം എന്തോന്ന് IIT-യിലായിരുന്നോ? അദ്ദേഹം IIT-യിൽ പഠിച്ചു, CET-യിലായിരുന്നു. അവിടെ നിന്ന് IIT കഴിഞ്ഞ് ഇപ്പോൾ അയർലൻഡിൽ എന്തോ റിസർച്ച് ചെയ്യുകയാണ്. ഒരുപാട് നാളായി, കല്യാണം കഴിക്കുമ്പോഴേ അയർലൻഡിലായിരുന്നു. അപ്പോൾ കുട്ടികളൊന്നുമില്ല. അദ്ദേഹം റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ട് അത് കിട്ടുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് അതിൻ്റെ പ്രോപ്പർ റീസൺ എന്നുള്ളത് നമുക്കറിഞ്ഞില്ല. അപ്പോൾ 6 വർഷം കൊണ്ട് റിസർച്ച് പേപ്പർ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് കമലേശ്വരത്ത് നേരം പുലർന്നപ്പോൾ നാട്ടുകാർ തമ്മിൽ പറഞ്ഞു, അയ്യോ പരമകഷ്ടം, എന്തിനവർ ഇത് ചെയ്തു. ഈ നമ്മുടെ ഏറ്റവും വലിയൊരു വിവാഹമല്ലേ അന്ന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം? ഏറ്റവും വലിയൊരു വിവാഹമായിരുന്നു. അതായത് 6 കൊല്ലം, അതായത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഉണ്ടാക്കിയ സമയത്ത് ആദ്യമൊക്കെ നടക്കുന്ന ഒരു വിവാഹമായിരുന്നു. വളരെ ആഡംബരമായിട്ടുള്ള ഒരു വിവാഹമാണ് അന്ന് അവിടെ നടത്തിയത്. ഒരു സെക്കൻഡ്, ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ആ ഒരു വലിയ കല്യാണം ഞാൻ ഓർക്കുന്നു. അന്ന് ഞാൻ ടെക്നോ പാർക്കിലായിരുന്നു. ഒരു 6 വർഷം മുമ്പ് നടന്ന ആ ഏറ്റവും വലിയ കല്യാണം, അതായത് ഇവന്റ് മാനേജ്മെന്റ് ടീം കൈകാര്യം ചെയ്ത ഒരു പോഷ് കല്യാണമായിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം 1.5 കിലോ
സ്വർണവും അങ്ങനെയൊക്കെ ഇട്ടൊക്കെയാണ് ഈ ഒരു മോളല്ലേ ഉള്ളൂ ഇത്? ഒരു മോളേ ഉള്ളൂ, ഒരു മകൾ. ഒറ്റ മോളാണ്. മാത്രമല്ല ഈ കമലേശ്വരത്ത് ഈ വീടിരിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടി പോലും വളരെയധികം വില ഉള്ളതാണ്. അപ്പോൾ എല്ലാം മകൾക്ക് കൊടുത്ത് അച്ഛനില്ലല്ലേ ആ കുട്ടിക്ക്? അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 3 മാസമേ ആവുന്നുള്ളൂ. അദ്ദേഹം അഗ്രികൾച്ചർ ഡയറക്ടറായിരുന്നു, ഡയറക്ടറോ ഡെപ്യൂട്ടി ഡയറക്ടറോ ആയിരുന്നു. ആ ഒരു പോസ്റ്റിലായിരുന്നു, ഒന്ന് ഡയറക്ടർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടർ. ശരിക്കും. അപ്പോൾ നമുക്ക് ഒരു സന്ദേശം മെസ്സേജ് അയച്ചു, ഞങ്ങളിങ്ങനെ സൂയിസൈഡ് ചെയ്യാൻ പോകണമെന്നുള്ള സന്ദേശം അയച്ച അമ്മയാണോ മോളാണോ? മകളുടെ ഫോണിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും മകളെ ആശ്വസിപ്പിക്കാൻ അമ്മയ്ക്കും കഴിഞ്ഞില്ല, അമ്മയെ അല്ല, അത് രണ്ടുപേരും ഇത് കേട്ട് അമ്മ, ഞാൻ അറിഞ്ഞെന്ന് വെച്ചാൽ അവിടെ തന്നെ ഒരു ചെറിയ അബോധാവസ്ഥയിലോട്ടായി പോയി പയ്യൻ്റെ ആ വീട്ടിൽ വെച്ച് എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അവർ രണ്ടുപേരും മാനസികമായി ഭയങ്കരമായിട്ട് തകർന്നു പോയി. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെയാണ് അവരിത്, ഇനി ഒന്നുമില്ലല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയായിപ്പോയി അവർക്ക്. അങ്ങനെയാണ് അവരിത് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ആ മെസ്സേജ് കിട്ടിയ ആ ഒരു റിലേറ്റീവ് ഇവിടെ എത്താനും വൈകിയോ? അങ്ങനെ ഇല്ലില്ല, പുള്ളി 10 മിനിറ്റിനാണ് ഇവിടെ എത്തി. അപ്പോഴേക്കും കഴിഞ്ഞു. കഴിഞ്ഞു. അത് ഈ സയനൈഡ് ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ്. അപ്പോൾ സാധാരണ സയനൈഡ് കൈകാര്യം ചെയ്ത് ഗോഡ് സ്മിത്തും അതേപോലെ മെഡിക്കൽ ലാബ് സെക്ഷൻസും ഒക്കെ ആണ്. അപ്പോൾ ഇവർക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളത് ധാരണയില്ല. അപ്പോൾ പെട്ടെന്നായിരിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ. ഇതൊക്കെ സംഘടിപ്പിച്ച് വെച്ചു. ഇത് പെട്ടെന്നല്ല, ഒരു പ്ലാൻഡ് ആയിരുന്നു. പക്ഷേ മെനിങ്ങാന്ന് പോയി സംസാരത്തിൽ ഒരു പോസിറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ സംഭവം നടക്കൂലായിരുന്നു. അത് വളരെ വ്യക്തമായിരുന്നു. അവിടെ എന്തോ ഒരു മനസ്സിനെ വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഗതി അവിടെ ഉണ്ടായി. ഇതാണ് ആ വീട് കേട്ടോ. നമ്മളൊക്കെ സാധാരണ പറയാറില്ലേ, കാശില്ലാത്തതാണ് ഈ ജീവിതത്തിൻ്റെ ഒരേ ഒരു പ്രശ്നം, കാശില്ലായ്മയാണ് താളം തെറ്റിക്കുന്നത് എന്നൊക്കെ. അങ്ങനെയല്ല കേട്ടോ. മനസ്സാണ് പ്രധാനം. മനസ്സില്ലായ്മ അല്ലെങ്കിൽ ആ നഷ്ടപ്പെടുന്ന ആ ഒരു മനസ്സിൻ്റെ അവസ്ഥയാണ് ജീവിതത്തിൽ പലർക്കും അവസാനിപ്പിക്കണമെന്നൊരു തോന്നൽ ഉണ്ടാക്കുക. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. നിങ്ങൾക്ക് ആ സംഭാഷണത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായില്ലേ? അതായത് ഈ അമ്മയും മോളും കൂടി ഈ ഇടയ്ക്ക് നടന്ന ഒരു മരണച്ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ മരുമകനെ അവിടെ വെച്ച് കാണുകയാണ്. ഈ വിഷയങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കണമെന്ന രീതിയിൽ അവർ വളരെ അനുനയത്തോടെ സംസാരിക്കാൻ ചെല്ലുമ്പോൾ അയാളുടെ പ്രതികരണം തികച്ചും ഇവർ പ്രതീക്ഷിക്കാത്തതായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഈ അമ്മയും മോളും മാത്രമേ ഇപ്പോൾ ഉള്ളൂ. നേരത്തെ ആ ചേട്ടൻ പറഞ്ഞതുപോലെ കാർഷിക വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറോ ആയിരുന്ന അച്ഛൻ മരിച്ചിട്ട് 3-4 മാസമേ ആയിട്ടുള്ളൂ. അമ്മയും മോളും അയർലൻഡിൽ നിന്ന് വന്നുടൻ ഈ വീട്ടിലേക്ക് വന്ന് ഈ പാവപ്പെട്ട കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകും എന്നാണ് കരുതിയത്. എന്തുകൊണ്ട് പാവപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശിൻ്റെ അടിസ്ഥാനത്തിലല്ല. ആ നാട്ടുകാരൊക്കെയും പറയുന്നു, എന്തിനും കരഞ്ഞിരിക്കുക മാത്രം ശീലമുള്ള, അല്പവും ധാർഷ്ട്യമോ അഹങ്കാരമോ ഒന്നുമില്ലാത്ത, ക്ലാസ്സിലും വീട്ടിലും ബന്ധുക്കളുടെ ഇടയിലും വളരെ മാതൃകയായ ശാലീന സുന്ദരിയായ ഒരു കുട്ടിയാണ് ഗ്രിമ. 32 വയസ്സ് എന്നാണ് നമ്മൾ ആ പോസ്റ്ററിൽ കണ്ടത്. ചില ആൾക്കാർ പറയുന്നു 29 ആയിട്ടുള്ളൂ എന്ന്. ഈ ഗ്രിമയ്ക്ക് കുട്ടികളൊന്നും തന്നെയില്ല. ഇയാൾ എന്തൊക്കെയോ റിസർച്ച് നടത്തുന്നു, അതുപോലെ അതിൻ്റെ പേപ്പർ ശരിയാവാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫുൾ ടൈം അയർലൻഡിലാണ്. ഇങ്ങോട്ട് വരാറില്ല. വന്നാലും ഈ വീട്ടിലേക്ക് എത്തി നോക്കാറില്ല. ആ ബന്ധു പറഞ്ഞത് കൊടുത്ത സ്വർണവും കാശും ഒക്കെ ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ട്, അതൊന്നും നശിപ്പിച്ചിട്ടൊന്നും ഇല്ല എന്ന ഒരറിവ്. അത് ബാഹ്യമായ അറിവാണ് കേട്ടോ. നമുക്ക് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നമുക്കറിയില്ല. മാത്രമല്ല ഓരോ വ്യക്തിയുടെ വ്യക്തിപരമായ ഒരു ഉൾക്കാഴ്ചയിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോവേണ്ട കാര്യമില്ല. ഒരു വാർത്ത ചെയ്യുന്നത് മറ്റൊന്നിനുമല്ല, ഇത് പറയാൻ മാത്രമാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വാർത്ത കാണുന്നവർ കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. നമ്മുടെ കയ്യിലൊരു ടെലിഫോൺ ഉണ്ടെങ്കിൽ, ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ, നമ്മളത് റിപ്പയറിങ്ങിന് കൊണ്ടു കൊടുക്കുമ്പോൾ അതിനെ വളരെ റഫായിട്ട് അതിൻ്റെ ടെക്നീഷ്യൻ കൈകാര്യം ചെയ്താൽ നമ്മുടെ മനസ്സ് പിടയ്ക്കും. നമ്മുടെ ഒരു കാറ് മെക്കാനിക്കിൻ്റെ കൊടുക്കുമ്പോൾ അതിനെയും മോശമായ രീതിയിൽ റഫായിട്ട് കൈകാര്യം ചെയ്ത് നമുക്ക് വിഷമം വരും. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക, ഈ മനോഹരമായ നമ്മുടെ ശരീരം നമ്മളത് ഈ രൂപത്തിൽ നശിപ്പിച്ചാൽ മോർച്ചറി ടേബിളിൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സർജൻ്റെ കൂടെ നിൽക്കുന്ന ആൾ നമ്മുടെ ശരീരത്തെ, ഒരു നാളികേരത്തിൽ നിന്ന് എണ്ണയുണ്ടാക്കാൻ ആ നാളികേരത്തെ ആദ്യം മുതൽ എന്താ ചെയ്യണമെന്നറിയാലോ. നമ്മൾ നാളികേരത്തെ ഒരു പാര കൊണ്ടോ വെട്ടുകത്തി കൊണ്ടോ അല്ലേ അതിൻ്റെ തൊണ്ടിളക്കി, അതിൻ്റെ ചിരട്ടയെ പൊട്ടിച്ച്, അതിൻ്റെ തേങ്ങയെ മൂർച്ചയുള്ള ചിരവ പോലുള്ള എന്തിലെങ്കിലും വെച്ച് ചിരകി, പിന്നെ അതിനെ ക്രഷർ ഉപയോഗിച്ച് പിഴിഞ്ഞ്, അല്ലേ
ഇങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ തള്ളിവിടുന്നത് ഓർക്കുക. ഈ പ്രകൃതി, ഈ കാലം, ഈ പ്രപഞ്ചം നമുക്ക് സ്നേഹത്തോടെ കൈമാറിയ നമ്മുടെ ശരീരത്തെ. അതുകൊണ്ട് അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് ചെയ്യരുത്. ഏതെങ്കിലും രീതിയിലുള്ള കൗൺസിലിംഗ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ സമയത്തെ ഓവർകം ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെ നിസ്സാരമായിട്ടേ തോന്നൂ. ഇവനല്ലെങ്കിൽ വേറൊരുത്തൻ, ഇവൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. അവന് വേണ്ടെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ തന്നെ വിവാഹം എന്ന് പറയുന്നത്, കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരാളുടെ അവസാന വാക്കാണോ? അങ്ങനെയാണോ കരുതുന്നത്? എൻ്റെ പൊന്നുമക്കളെ, ഇതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. ഒന്ന് പിടിച്ചു നിൽക്കാമായിരുന്നു. അങ്ങനെ നിൽക്കുകയും വേണം. സ്നേഹപൂർവ്വം, സാഫ്രോൺ.